മിസ്റ്റർ ശ്രീധരൻ, ഇവിടെ എവിടം വരെയാണ് നിങ്ങളുടെ അതിർത്തി? അങ്ങനെയൊന്നുമില്ല മിസ്റ്റർ ഗുപ്ത. ഞാൻ എവിടം വരെ എന്ന് പറയുന്നു അവിടം വരെയാണ് എന്റെ അതിർത്തി. ആരാ ചോദിക്കാൻ വരുന്നത്? നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ ഈ മലമുകളിലേക്ക് ആരെങ്കിലും വരുമോ? അഥവാ വന്നാൽ തന്നെ അതിനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? അതില്ല. ആ മിസ്റ്റർ ഗുപ്ത, പുതിയ ടൈപ്പിസ്റ്റുകൾ വല്ലതും ആവശ്യമുണ്ടോ? ഉണ്ടോന്നോ? എന്താ വല്ലതും സ്റ്റോക്ക് ഉണ്ടോ? മാഗി, തനിക്ക് ഒരു ഫാക്ടറി ഉള്ളത് കൊണ്ട് അവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും? വേലക്കാരത്തി ആണെങ്കിൽ വീട്ടിലൊരെണ്ണം ഉണ്ട്. അതിനെന്താ, ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഫിക്സ് ചെയ്തോളാം. എന്താ പോരെ? You will have a drink? No, thank you, sir. മിസ്റ്റർ ശ്രീധരൻ, പിന്നെ ഞാൻ വന്നത് കുറച്ച് പുതിയ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ അല്പ സ്ഥലം വേണം. ഇതാണോ വലിയ കാര്യം? എന്റെ ബിയേഴ്സ് ബംഗ്ലാവ് ഒഴിഞ്ഞെടുക്കുക, എന്ത് വേണമെങ്കിലും കൊണ്ട് സ്റ്റോക്ക് ചെയ്യാം. താങ്ക് യു. പക്ഷേ കമ്മീഷൻ എനിക്കും തരണം. അതിലെന്താ? മാറഞ്ഞ് ചായ എടുക്കടേ മോനെ, നല്ല ചായ കൊടുക്കി. ഇതെന്താ ഇതില് മധുരമില്ലല്ലോ? മോനെ, അതിലിത്തിരി പഞ്ചാര ഇട്ട് കൊടുക്കേ. ഇതെന്താ ഇതില് മധുരമില്ലല്ലോ? മോനെ, അതിലിത്തിരി പഞ്ചാര ഇട്ട് കൊടുക്കേ. ഇതിൽ ഈച്ച ചത്ത് കിടക്കുന്നല്ലോടെ. ഞാൻ കൊണ്ടുവരുമ്പോ ഈച്ച ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിന്റെ വാപ്പ കൊണ്ടുവന്നിട്ട ഈച്ച? എന്റെ വാപ്പയ്ക്ക് വിളിക്കരുത്. വേറെ ചായ എടുത്തു കൊടുക്കണേ. എന്തിനാടാ അവന്റെ മുഖത്ത് ചായ ഒഴിച്ചോ? സലീമ ഭയക്കിന് നിൽക്കണ്ട. അമ്മലേക്ക് ചുമ്മാരി പറയടാ. ഓ, കുളാണ്ടറല്ലേ വന്നിരിക്കുന്നത്? ഒഴിയടാ അവന്റെ മുഖത്ത്. സാറേ, അവനാ കുഴപ്പമുണ്ടാക്കിയത്.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ? എന്റെ പേര് ജോർജ്. എനിക്കൊന്ന് സംസാരിക്കണം. ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. അതെല്ലാം ഞാൻ വിശദമായി പറയാം. അച്ഛൻ, ഞാൻ സെൻട്രൽ ജയിൽ ചാടി വന്നിരിക്കുന്ന കൊലപാതകയായ ഒരു കുറ്റവാളിയാണ്. അച്ഛൻ എന്നെ രക്ഷിക്കണം. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഞാൻ കൊല ചെയ്തു എന്നാണ് നിയമം പറയുന്നത്. സത്യം അതല്ല. ഞാൻ എല്ലാം അച്ഛനോട് തുറന്നു പറയാം. പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്റെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്. ഗോഡ്. പരിശുദ്ധമായ കുംസാരക്കൂട്ടിൽ നിന്നുകൊണ്ട് ഞാൻ യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ജോർജ്, ഞാൻ ഒരു പുരോഹിതൻ മാത്രമാണെന്നറിയാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന് മുമ്പിലല്ലേ. എന്റെ നിരപരാധിത്വം പിന്നെ ഞാൻ ആരോട് പറയും? പ്ലീസ് എന്നെ രക്ഷിക്കൂ ഫാദർ. തൽക്കാലം നീ മാതാവിനോട് പ്രാർത്ഥിക്കുക. അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. എന്താണോ ഈ സമയത്ത്? എന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ അവനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോ കാണാനില്ല. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞ പുള്ളി ആയിരിക്കും. ഏതായാലും ഞാൻ വീടിന്റെ ഭാഗത്ത് ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ചോ, വളരെ ഉപകാരം. നിങ്ങൾ എന്തിനാ ജയിൽ ചാടിയത്? അതെല്ലാം ഞാൻ നാളെ രാവിലെ വന്ന് പറയാം. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല. ഞാൻ പോട്ടെ. അച്ചോ, കുംഭസാര രഹസ്യം. താങ്ക് യു. എന്തായി? അന്ന് രാത്രിയിൽ പിന്നെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായോ? ഇല്ല, ഞാനിവിടെ എല്ലാം നോക്കി. എന്റെ ബലമായ സംശയം അവൻ തന്നെയാണെന്നാ. എന്താണ് അയാളുടെ പേര്? ജോർജ്. അയാളുടെ ഒരു സിസ്റ്റർ മെന്റൽ ഹോസ്പിറ്റലുണ്ട് അല്ലേ? ഉണ്ട്. എന്താ ഫാദർ? ഒന്നുമില്ല, ചോദിച്ചതാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയല്ലേ? അതെ, അത് ഞാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെകുത്താനും കടലിനും ഇടയ്ക്കായി പോയി ഞാൻ. അതെന്താ? ഐ എം സോറി, എന്റെ കാര്യമല്ല, മിസ്റ്റർ റോയുടെ കാര്യം പറയുക. സോഫി, എന്താ ഏട്ടാ? അച്ഛൻ വന്ന കണ്ടില്ലേ? ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ഇപ്പോഴൊന്നും വേണ്ട, ഒരു ചായയെ കുടിക്കാവുന്നേ.
ഞാൻ നിന്നെ 2 ദിവസമായിട്ട് അന്വേഷിക്കുന്നു. വാ, ചില കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. അത് ശരി. അപ്പോഴങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ സ്വന്തം പ്രശ്നം പോലെ ഇത് കൈകാര്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു, നീ പേടിക്കണ്ട. യെസ് സ്പീക്കിംഗ്. ഞാനിത് വരുന്നു. ഞാൻ ആ വാർഡ് വരെ പോയിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ഞാൻ ഇറങ്ങാം. സൗകര്യം പോലെ ഞാനിവിടെ വരാം. ഓക്കെ ഓക്കെ. സഞ്ചാരം ചെയ്യുന്നു നാടുനീളെ ഞാൻ. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാവർക്കും നേതാവ് ഞാൻ. എന്റെ നാടെങ്ങും റോഡെങ്ങും എനിക്കെഴുന്നള്ള വേണ്ട കാവൽ വേണ്ട. എന്റെ നാടെങ്ങും റോഡെങ്ങും എനിക്കെഴുന്നള്ള. വഴിയരികെ കൊട്ടാരം, അതിനു ചുറ്റും പട്ടാളം, എന്നാലും ഒറ്റയ്ക്കാണ് എന്റെ സഞ്ചാരം. വഴിയരികെ കൊട്ടാരം, അതിനു ചുറ്റും പട്ടാളം, എന്നാലും ഒറ്റയ്ക്കാണ് എന്റെ സഞ്ചാരം. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാവർക്കും നേതാവ് ഞാൻ. ഇല്ല ചെങ്കോലില്ല എന്റെ മാളോർദൻ സ്നേഹത്തിൻ സാമ്രാജ്യത്തിൽ. ഇല്ല ചെങ്കോലില്ല എന്റെ മാളോർദൻ സ്നേഹത്തിൻ സാമ്രാജ്യത്തിൽ. അകലെഴും ചങ്ങാതി അരികിൽ വരൂ ചുമ്പാരി, വന്നാലോ ഞാൻ നിന്നെ മന്ത്രിയാക്കിടാം. അകലെഴും ചങ്ങാതി അരികിൽ വരൂ ചുമ്പാരി, വന്നാലോ ഞാൻ നിന്നെ മന്ത്രിയാക്കിടാം. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാവർക്കും നേതാവ് ഞാൻ. എന്നോമൽ പ്രജകളെ നേരിട്ട് കാണുവാൻ സഞ്ചാരം ചെയ്യുന്നു നാടുനീളെ ഞാൻ. ഇന്നീ നാടിൻ രാജാവ് ഞാൻ, ഇങ്ങെല്ലാവർക്കും നേതാവ് ഞാൻ. മോളെ മോളെ എന്റെ പൊന്നു മോളെ, ഇത് കൊല്ലം പറ്റിയോ മോളെ? മോളെ താങ്ക് യു ഇൻസ്പെക്ടർ. നോ, സ്റ്റാൻലി റോയ്.
That's right. Mr. Stanley, thank you. അതെ മോളെ